صلاة وصيام وكذلك فرح وسرور والمتدين من تلقاه مبتسما حلوا كالنور. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين. وصلى الله وسلم على خير خلقه محمد ورسوله وآله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل جاء الحق وذهق الباطل إن الباطل كان زهوقا. ഏറെ സ്നേഹം നിറഞ്ഞ ഇസ്ലാഹി പ്രവർത്തകരെ, ഖുർആൻ സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതിയുടെ ശ്രോതാക്കളെ, പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം അൽ ഫുർഖാനിലെ 21 മുതൽ 77 കൂടിയുള്ള വചനങ്ങളും 26-ാം അധ്യായം അശ്ശുആറയിലെ 1 മുതൽ 227 അഥവാ സൂറത്ത് പരിപൂർണമായും 27-ാം അധ്യായം അന്നംല് 1 മുതൽ 59 കൂടിയുള്ള വചനങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് ജുസ് 19. 3 അധ്യായങ്ങളും മക്കയിൽ അവതരിച്ചതാണ് എന്ന് കൂടെ ഓർത്തുവെക്കുക. അൽ ഫുർഖാൻ എന്ന പദത്തിനർത്ഥം ദ ക്രൈറ്റീരിയൻ എന്നാണ്, വിവേചന പ്രമാണം എന്നാണ് അൽ ഫുർഖാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അനിവാര്യമായ കാര്യമാണ് ധാർമ്മിക മൂല്യങ്ങൾ, സത്യവും അസത്യവും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കൽ, അതുപോലെ തന്നെ നീതിയും അനീതിയും കൃത്യമായി ബോധ്യപ്പെടൽ. ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള വിവേചനം നടപ്പിലാക്കിയ ഗ്രന്ഥമായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന് ഇത്തരത്തിലുള്ളൊരു പരാമർശം കൊടുത്തത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മനുഷ്യർക്ക് ഇറക്കി കൊടുക്കുകയും മനുഷ്യന് സത്യാസത്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും നന്മ തിന്മകൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി കൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഫുർഖാനിലെ ആദ്യ ഭാഗങ്ങളിൽ അവിശ്വാസികളായിട്ടുള്ള അഥവാ സത്യവിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കുകയും എന്നിട്ടും അത് ഉൾക്കൊള്ളാതെ ഇതിൽ നിന്ന് മാറി നിന്ന ആളുകൾ, അവർ ഇസ്ലാമിനെതിരെ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില ആർഗ്യുമെന്റുകൾ, ചില ജൽപ്പനങ്ങളാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അതിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വിമർശനങ്ങളാണ് ആദ്യ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയുണ്ടാക്കിയിരിക്കുന്നതാണെന്നും മറ്റു ചില ആളുകൾ അദ്ദേഹത്തെ അതിനു വേണ്ടിയിട്ട് സഹായിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ആർഗ്യുമെന്റ്. രണ്ടാമതായിട്ട്, വിശുദ്ധ ഖുർആൻ പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിച്ചെടുത്തിരിക്കുകയാണ് എന്നുമാണ് രണ്ടാമത്തെ ഒരു ആർഗ്യുമെന്റ്. മൂന്നാമത്തത്, സാധാരണ മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കുക, കുടുംബബന്ധം പുലർത്തുക, അങ്ങാടിയിൽ കൂടി നടക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊന്നും പ്രവാചകന്മാർക്ക് സ്വീകാര്യമല്ല എന്നാണ് ഇവർ പറയാനായിട്ട് ശ്രമിച്ചത്. അഥവാ മനുഷ്യ പ്രകൃതത്തിനപ്പുറത്തുള്ള എന്തോ കാര്യം പ്രവാചകന്മാർക്കുണ്ടാവുമ്പോൾ മാത്രമേ അവരെ റസൂലുകളായിട്ട് പ്രവാചകന്മാരായിട്ട് അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതായിരുന്നു അവിടുത്തെ അവിശ്വാസികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു ആർഗ്യുമെന്റ്. ഈ കാര്യം കഴിഞ്ഞ സെഷനിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നാലാമത്തെ ഒരു ആർഗ്യുമെന്റ്, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്ന കാര്യം. നമുക്കറിയാം, നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നത് അല്ലെങ്കിൽ ഖുർആനിലെ ആശയങ്ങൾ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കി തന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയാണ്. എന്നാൽ അവരുടെ ഒരു ആർഗ്യുമെന്റ്, നമ്മുടെ മേൽ മലക്കുകൾ ഇറക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ റബ്ബിനെ നാം നേരിൽ കാണുകയോ ചെയ്തുകൂടായിരുന്നു എങ്കിൽ നമ്മൾക്ക് കൂടുതൽ ഈ കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ മറ്റൊരു ആർഗ്യുമെന്റ്. സത്യത്തിൽ ഇതിന് മറുപടി ആയിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, ഇത് അവരുടെ അഹങ്കാരത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ധിക്കാരത്തിൽ നിന്നും ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവ അഹങ്കാരമായി ധിക്കാരമായിട്ട് കണക്കാക്കുന്നത്? ഈ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങൾക്കും പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ടുള്ള വ്യവസ്ഥിതികൾ നിർണയിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യന് നന്മ തിന്മ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക ചര്യകളിലൂടെയും എങ്ങനെയാണ് നമ്മളത് ബോധ്യപ്പെടുത്തേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ളൊരു വ്യവസ്ഥ
പടച്ച തമ്പുരാൻ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ നിശ്ചയിച്ചു തന്ന വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊരു അഹങ്കാരവും ധിക്കാരവുമായിട്ട് മാറുന്നത്. ഇനി ലോജിക്കലായിട്ട് പൂർണ്ണമായി അവരുടെ ഭാഷയിൽ തന്നെ യുക്തിപരമായിട്ട് ഈ വിഷയത്തെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിലോ, മലക്കുകൾ മുഖേനയാണ് നേരിട്ട് നമ്മൾക്ക് പ്രബോധനം നൽകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉത്ബോധനം നൽകുന്നതെങ്കിൽ നമുക്ക് അവ എത്രമാത്രം സ്വീകരിക്കാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കുക. അതിന്റെ പ്രാവർത്തിക തലങ്ങൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. മലക്കുകൾ ഭക്ഷണം കഴിക്കാത്ത മലക്കുകൾ മനുഷ്യനോട് നോമ്പിനെ കുറിച്ച് ഉത്ബോധിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാകും? എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, സാധാരണക്കാരെ പോലെ കുടുംബജീവിതം പുലർത്തുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ പരാമർശിക്കുമ്പോഴും അത് കൃത്യമായി പ്രാവർത്തികമായി റസൂല് തന്നെ കാണിച്ചിരുന്നുണ്ട്. പിന്നെ നമുക്ക് അപ്രായോഗികമാണ് എന്ന് പറയേണ്ട ഒരു ആവശ്യം, ഒരു സംഗതി അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഒട്ടും ലോജിക്കൽ അല്ലാത്ത ഈ ആർഗ്യുമെന്റുകൾക്കുള്ള മറുപടി. മറ്റൊന്ന് അവർ പറഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒട്ടാകെ ഒന്നായിട്ട് ഇറക്കപ്പെടാത്തത് എന്നുള്ളതാണ്. യഹൂദികളാണ് കാര്യമായിട്ട് ഈ ഒരു വാദം മുന്നോട്ട് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടെന്നാൽ തൗറാത്ത് ഒറ്റയടിക്ക് ഇറക്കപ്പെട്ടതാണ് എന്നാണ് അവർ വാദിക്കുന്നത്. കൃത്യമായി ഗണ്യതമായ തെളിവുകൾ അവർക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അവർ പറയുന്ന കാര്യം ഇതാണ്. ഇങ്ങനെ ഒറ്റയടിക്കായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിന് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേനയാണ് നമ്മൾക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് കിട്ടുന്നത്. അത് കൃത്യമായി അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ബോധ്യപ്പെടാനും മനസ്സിലാക്കുവാനുമുള്ള സാവകാശമാണ് ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള അവതരത്തിലൂടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി രണ്ടാമതായിട്ട് കൃത്യമായി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കേണ്ട ഒരു സമൂഹത്തിൽ വളരെ പഴകിയ ചില ആചാരങ്ങൾ ഉണ്ടാകും, വളരെ പഴകിയ ചില അധാർമിക പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഇതൊന്നും ഒറ്റയടിക്ക് മാറ്റുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് നമ്മുടെ സൃഷ്ടാവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഉദാഹരണമായി നോക്കൂ, മദ്യനിരോധനം. എങ്ങനെയാണ് മദ്യനിരോധനം ഇസ്ലാമിൽ നടപ്പിലാക്കിയത്? ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പിലാക്കിയത്. ഒന്നാമത് എന്തൊക്കെയാണ് മദ്യത്തിൽ മൂക്ക് കുത്തിയിരുന്ന ആളുകൾ അല്ലെങ്കിൽ മദ്യം അത്രത്തോളം ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ആളുകളോട് ആദ്യം വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചത് മദ്യത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ചാണ്. അതിന് ഉപകാരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ദോഷവശങ്ങളെ സൂചിപ്പിക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു ഭാഗത്തായിട്ട് ചെയ്തത്. രണ്ടാമത്തതായിട്ട് ഭാഗികമായിട്ടുള്ള നിരോധനമാണ്. അഥവാ നമസ്കാര സമയങ്ങളിലൊന്നും നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പ്രവാചകൻ ഉത്ബോധിപ്പിച്ചു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ രാവിലെകളിൽ അധികവും ഇവർ മദ്യം കഴിക്കാൻ സാധിക്കാതെ വന്നു. കാരണം മദ്യപിച്ചുകൊണ്ട് നമസ്കരിക്കാൻ സാധ്യമല്ല എന്നുള്ള അവസ്ഥ വന്നു. ഏറ്റവും അവസാന ഘട്ടമായിട്ടാണ് നിങ്ങൾക്ക് ഇനിയും വിരമിക്കാനായില്ലേ എന്നുള്ള വചനം അവതരിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും മദ്യനിരോധനം കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് പലതും നടപ്പിലാക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഒറ്റയടിക്ക് ഖുർആൻ അവതരിപ്പിക്കാതെ കൃത്യമായി ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചാലുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം, ബെനിഫിറ്റ് എന്നുള്ളത്. ഇത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അവതരണ രീതി അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചത് എന്നുള്ളതാണ്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് ആർഗ്യുമെന്റുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ചോദ്യങ്ങളുമായിട്ട്, ഒട്ടും ലോജിക്കൽ അല്ലാത്ത ചോദ്യങ്ങളുമായിട്ട് ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് വരും. വിശുദ്ധ ഫുർഖാനിലെ 33-ാമത്തെ വചനം, അവർ നിന്റെ അടുക്കൽ ഏതൊരു പ്രശ്നം വരുന്നതായാലും നിനക്ക് യാഥാർത്ഥ്യവും ഏറ്റവും നല്ല വിവരണവും നാം കൊണ്ടുവന്ന് തരാതിരിക്കില്ല. ഇത് കൃത്യമായി ഇതിന് മറുപടി കൊടുക്കൽ അള്ളാഹുവിന്റെ ബാധ്യത ആയിക്കൊണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇനി ഇത്തരത്തിൽ കൃത്യമായ ബോധ്യങ്ങളും അറിവുകളും ലഭിച്ചിട്ടും ചോദ്യം ചെയ്യുക മാത്രം ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഓരോ ആളുകളെ കുറിച്ചും വിശുദ്ധ ഖുർആനിൽ പറയുന്നത് അവരുടെ സ്ഥാനം ചീത്തപ്പെട്ടതും അവരുടെ മാർഗം പിഴച്ചതുമാണ് എന്നുള്ളതാണ്. 34-ാമത്തെ വചനത്തിലൂടെ ഇത് പരാമർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു മുന്നറിയിപ്പായിക്കൊണ്ട് അവരുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന അള്ളാഹുവിനെയും റസൂലുകളെയും ഒക്കെ വിമർശിച്ചിരുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ എതിർത്തിരുന്ന, അക്രമം ചെയ്തിരിക്കുന്ന ഇത്തരം അവിശ്വാസികളെ കുറിച്ച്, അവരുടെ മുൻപുള്ള കാലത്തിലെ അവിശ്വാസികളെ കുറിച്ചും അവർക്കുണ്ടായ സംഭവവികാസങ്ങളെ കുറിച്ചും ഒരു ചരിത്ര രേഖ എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈ ഭാഗം ഉദ്ധരിക്കുന്നത്.
36 വചനത്തിലൂടെ മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രവും ഫിർഔനെ നശിപ്പിച്ചതിനെ കുറിച്ചും സൂചിപ്പിക്കുന്നതായിട്ട് കാണാം. 37 വചനത്തിലൂടെ നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രവും നിഷേധികളെ മുക്കി നശിപ്പിച്ച സംഭവവും സൂചിപ്പിക്കുന്നു. 38 വചനത്തിലൂടെ ഹൂദ് നബി അലൈഹിസ്സലാമയുടെ സമുദായമായ ആദ് ജനതയുടെ ചരിത്രവും സോലിഹ് നബിയുടെ സമുദായമായ സമൂദ് ജനതയുടെ ചരിത്രവും റസ് ജനതക്കാരുടെ ശിക്ഷിച്ച ചരിത്രവും ഓർമ്മിപ്പിക്കുന്നു. 44 വചനത്തിലൂടെ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. മറ്റു ചരിത്രങ്ങൾ പോലെയല്ല, അറബികളെ സംബന്ധിച്ചിടത്തോളം ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അവർക്ക് ഏറെ പ്രസിദ്ധമാണ്. കാരണം അവരുടെ കച്ചവടത്തിനാവശ്യമായി അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള അവശിഷ്ടങ്ങൾ കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രരേഖകളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. 45 മുതൽ ഫുർഖാനിലെ തന്നെ 45 മുതൽ 60 വരെയുള്ള വചനങ്ങളിൽ പ്രകൃതി ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും പ്രാപഞ്ചിക അത്ഭുതങ്ങളെക്കുറിച്ചും അതിൻ്റെ സൃഷ്ടാവിനെ കുറിച്ചുമൊക്കെയാണ് പരാമർശിക്കുന്നത്. 45 മുതൽ 46 വരെയുള്ള വചനങ്ങളിൽ നിഴലിനെ വ്യാപിപ്പിച്ചതിനെക്കുറിച്ചും അതിനെ ചുരുക്കി കൊണ്ടുവരുന്നതിനെക്കുറിച്ചും സൂര്യനെ അടയാളമാക്കി വെച്ചതിനെക്കുറിച്ചും പരാമർശിക്കുന്നു. 47 വചനത്തിലൂടെ രാത്രിയെയും പകലിനെയും ഉറക്കത്തെയും സംബന്ധിച്ച് പരാമർശിക്കുന്നു. 49 വചനത്തിലൂടെ മഴയെയും കാറ്റിനെയും കുറിച്ച് പരാമർശിക്കുന്നു. 53 വചനത്തിലൂടെ പരസ്പരം കൂടിക്കലരാത്ത 2 സമുദ്രങ്ങളെക്കുറിച്ചും അതിലെ രുചി വ്യത്യാസം സംബന്ധിച്ചും പ്രതിപാദിക്കുന്നു. 59 വചനത്തിൽ ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെ 6 ഘട്ടങ്ങളായി സൃഷ്ടിച്ചതിനെയും കുറിച്ച് പരാമർശിക്കുന്നു. 59 വചനങ്ങളിലായി 61 വചനത്തിലായി രാശിമണ്ഡലങ്ങളെക്കുറിച്ചും സ്വയം പ്രകാശിക്കുന്ന സൂര്യനെക്കുറിച്ചും സ്വയം പ്രകാശം നൽകാൻ കഴിയാത്ത എന്നാൽ സൂര്യൻ്റെ ലൈറ്റ് പ്രതിഫലിക്കുന്ന ചന്ദ്രനെക്കുറിച്ചും പരാമർശിക്കുന്നതായിട്ട് കാണാം. വിശുദ്ധ ഖുർആനിൽ തന്നെ ഇത്തരം സംഭവവികാസങ്ങൾ, ഇത്തരം പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, അത്ഭുതങ്ങൾ അതിനെ കൃത്യമായി സൃഷ്ടിച്ചവനാരോ അവനെയാണ് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ദൈവമായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുന്നത്, പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവനോട് മാത്രമാണ് നിങ്ങൾ സഹായം തേടേണ്ടതും ഭരമേൽപ്പിക്കേണ്ടതുമാണ് എന്നാണ് തുടർന്നുള്ള വചനങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 63 മുതൽ 77 വരെയുള്ള വചനങ്ങൾ സത്യവിശ്വാസികളായിട്ടുള്ള, ഇതുവരെ അവിശ്വാസികളെ കുറിച്ചും അവർ നടത്തി വരുന്ന ജൽപ്പനങ്ങളെ കുറിച്ചുമായിരുന്നു സംസാരിച്ചിരുന്നത്. ഇനി പറയാൻ പോകുന്നത് സത്യവിശ്വാസികൾക്കുള്ള സൽ സ്വഭാവങ്ങളാണ് വിശദീകരിക്കാനായിട്ട് പോകുന്നത്. അതിലൊന്ന്, അള്ളാഹുവിങ്കൽ പങ്കു ചേർക്കാത്തവരാണ് അവർ എന്നുള്ളതാണ്. 2, പശ്ചാത്തപിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണവർ. 3, നമസ്കരിക്കുന്നവരാണ്. 4, ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ്. 5, അറിവില്ലാത്തവർ അവരെ അഭിമുഖീകരിക്കുന്നതായാൽ അവർ സമാധാനപരമായത് പറഞ്ഞു കൊടുക്കുന്നതാണ്, അഥവാ ദീൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അമിതവ്യയം ചെയ്യാത്തവരും പിശുക്ക് കാണിക്കാത്തവരുമാണ്. കൊലപാതകം ചെയ്യാത്തവരും വ്യഭിചരിക്കാത്തവരുമാണ്. കൃത്രിമത്വത്തിന് സാക്ഷിയാവുകയും ചെയ്യാത്തവരാണ്. വ്യർത്ഥമായ കാര്യങ്ങളെ സമീപിക്കാത്തവരാണ്. ഉത്ബോധനങ്ങൾക്ക് ചെവി കൊടുക്കുന്നവരുമാണ്. ഈ 10 സ്വഭാവങ്ങളാണ് സൽസ്വഭാവികളായിട്ടുള്ള മുഅ്മിനുകളായിട്ടുള്ള സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ സൽഗുണങ്ങളായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ പരാമർശിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത അധ്യായം സൂറ അശ്ശുഅറാ ആണ്. ഷുറാ കവികളെ കുറിച്ച്, കവികൾ എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിലെ സത്യവിശ്വാസികളെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ മൂലവും അല്ലാതെയും മാനസികമായും ശാരീരികമായും വിശ്വാസികളെ ഉപദ്രവിക്കുന്ന അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് സൂറത്തു അശ്ശുഅറാ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അവർ ഓരോ ചോദ്യങ്ങൾ കൊണ്ടുവരും. ചോദ്യങ്ങൾക്ക് കൃത്യമായി പ്രവാചകൻ ഉത്തരം കൊടുക്കുമ്പോഴും അടുത്ത ചോദ്യം അവർ കൊണ്ടുവരും. ഒട്ടും ലോജിക്കലല്ലാത്ത ഇത്തരം ചോദ്യങ്ങൾ അവർ ചോദിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ എത്ര ഉത്തരം പറഞ്ഞിട്ടും അവർ ഇസ്ലാമിലെ സ്വീകരിക്കുവാനോ അംഗീകരിക്കുവാനോ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതവർക്ക് ബോധ്യമാകാത്തത് കൊണ്ടല്ല, മറിച്ച് അവരുടെ അഹങ്കാരവും അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ ആ തരത്തിലുള്ള ഒരു പ്രത്യേകതയുമാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള കാരണമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അശ്ശുഅറായിലെ 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ പറയുന്നത്,
പ്രവാചകരെ, നിന്റെ മേൽ ദൗത്യം നിർവഹിക്കൽ മാത്രമാണ് ബാധ്യതയുള്ളത്, ചുമതലയുള്ളത്. അഥവാ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് കൃത്യമായ ഉത്ബോധനം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ബാധ്യത. അവരെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും അല്ലാത്തതും അത് അള്ളാഹുവിന്റെ പക്കലുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഈ ഒരു വചനത്തിലൂടെ പരാമർശിച്ചു കാണുന്നത്. തുടർന്ന് വ്യത്യസ്തങ്ങളായ മുൻകഴിഞ്ഞു പോയ വ്യത്യസ്ത പ്രവാചകന്മാരുടെ സുദീർഘമായ ചരിത്രം പരാമർശിക്കുകയാണ്. എന്തിനാണ് അത്തരത്തിലുള്ള ഒരു പരാമർശം? അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയാണ്. ഈ ദഅവത്ത്, ഈ ഉത്ബോധനം നടത്തിയ പ്രവാചകന്മാരാരും ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകൾ സഹിച്ചല്ലാതെ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം ഈ ചരിത്ര വായനയിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുക്കുകയാണ്. ഈ കാലത്ത്, പ്രവാചകന്മാരില്ലാത്ത ഈ കാലത്ത് ഈ ദൗത്യം കൃത്യമായി കീപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ പാലിച്ചു പോരേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കും ഈ ചരിത്ര പാഠങ്ങൾ കൃത്യമായി ബോധ്യപ്പെടേണ്ടതാണ്, നമ്മളത് അനുവർത്തിച്ചു പോരേണ്ടതാണ് എന്നുള്ളതാണ്. അതിലൊന്നാമതായി 10 മുതൽ 63 വരെയുള്ള വചനങ്ങളിൽ മൂസാ നബി അലൈഹി സ്വലാമയുടെ സുദീർഘമായ ചരിത്രം വിശദീകരിക്കുന്നതായിട്ട് കാണാം. മൂസാ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഉത്ബോധനം കൊടുക്കുകയും മൂസാ നബി അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ അള്ളാഹുവിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഫിർഔന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ കുറ്റാരോപിതനാണ്. അതുമാത്രമല്ല, എൻ്റെ വാക്കുകൾക്ക് വല്ലാത്ത പ്രയാസമുണ്ട്, സംസാര വൈകല്യമുണ്ട്. എങ്ങനെയാണ് ഞാൻ അവരെ കൃത്യമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക? അതുകൊണ്ട് എൻ്റെ സഹോദരൻ ഹാറൂനിനെയും ഈ ചുമതല ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആദ്യത്തെ ആ ഒരു സന്ദർഭം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. തുടർന്ന് അവർ ഫിർഔനിനെ കാണുകയും ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വെച്ച് വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു ആശയ സംവാദം നടക്കുകയുമാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ട് പിന്നീട് സാഹിറുകൾ അല്ലെങ്കിൽ മജീഷ്യന്മാരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചരിത്രമൊക്കെ നമ്മൾ അറിഞ്ഞതും വായിച്ചവരുമാണ്. ഇങ്ങനെയുള്ള ഒരു ചരിത്രം, ഇത്രയും പ്രയാസപ്പെട്ട് മൂസാ നബി അലൈഹി സ്വലാമയുടെ ഒരു ചരിത്രം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇന്ന് ദഅവത്ത് നടത്തുന്ന നമ്മൾ ഓരോരുത്തർക്കും എത്രത്തോളം പാഠം നൽകുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ നടത്തിയിരുന്ന പ്രവാചകനെ കുറിച്ച് അവിടുത്തെ ആളുകൾ പറഞ്ഞത് മജ്നൂനാണ് എന്നുള്ളതാണ്, ഭ്രാന്തനാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് പറഞ്ഞത് അവൻ സിഹിർ ബാധിച്ചവനാണ് അല്ലെങ്കിൽ മജീഷ്യനാണ് എന്നാണ്, സാഹിറാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമയ്ക്ക്. അടുത്തതായി 70 മുതൽ 104 വരെയുള്ള വചനങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ചരിത്രം സുദീർഘമായി വിശദീകരിക്കുന്നത് കാണാം. അദ്ദേഹം ഇസ്ലാമിക ആശയങ്ങൾ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിന്റെ പിതാവിനോട് സംവദിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ വളരെ അർത്ഥവ്യാപ്തമായിട്ടുള്ള ഒരു സംഭാഷണം തന്നെ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് 160 മുതൽ 175 വരെയുള്ള വചനമാണ്. അത് ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ചരിത്രമാണ് വിശദീകരിക്കുന്നത്. അവിടെ നിന്നിരുന്ന അധാർമികതകളെ എങ്ങനെയാണ് ലൂത്ത് നബി അലൈഹി സ്വലാം കൈകാര്യം ചെയ്തിരുന്നെന്നും എന്തൊക്കെ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും നമുക്ക് ആ ഒരു വചനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് 176 മുതൽ 191 വരെയുള്ള വചനമാണ്. അത് ഐക്കത്തുകാരുടെ ചരിത്രമാണ്. തുടർന്ന് അങ്ങോട്ടും കൃത്യമായി ഓരോ ചരിത്രകാര്യങ്ങളും വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ചരിത്രങ്ങൾ പഠിക്കാനും വിശുദ്ധ ഖുർആൻ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും വിശുദ്ധ ഖുർആനിലൂടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും കൃത്യമായി നേർവഴിയിലേക്ക് എത്തിച്ചേരാനും സാധിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനനുസരിച്ച് മാറിയേ തീരൂ എന്ന കൃത്യമായ ഉത്ബോധനമാണ് വിശുദ്ധ ഖുർആനിലെ ഈ ഒരു 2-3 അധ്യായങ്ങളിലൂടെ നമുക്ക് ബോധ്യമാവുന്നത്. അതുകൊണ്ട് അത് കൃത്യമായി വായിച്ച് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ 19 ജുസുകളിലെ വിഷയം ശാസ്ത്ര വിഷയം അവതരിപ്പിക്കാനാണ് എന്നോട് ഏൽപ്പിച്ചത്. അതിൻ്റെ സംഗ്രഹം ഇങ്ങനെ പറയാം. രാത്രി എന്ന വസ്ത്രം, അതായത് ഇരുളെന്ന കമ്പളം, അതിൽ ചേക്കേറിക്കൊണ്ടുള്ള ഉറക്കം, 2
ഉറക്കമെന്ന വിശ്രമം. 3 പകൽ ഒരു കർമ്മമണ്ഡലമായി തീരുന്നൊരവസ്ഥ. ഇത് ഇസ്ലാം ഖുർആനിൽ പല രംഗത്തും ഈ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം നിശ്ചയിക്കുന്നൊരു സമയക്രമമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ ഉണരണം, എപ്പോൾ ഉറങ്ങണം, ഏതെല്ലാം നേരങ്ങളിൽ നമസ്കരിക്കണം, ഇന്നിത്യാദി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സമയക്രമം. നമുക്കെല്ലാവർക്കും അറിയാം, ഫജറിൽ നിന്ന് തുടങ്ങി ഇഷായിൽ അവസാനിക്കുന്ന ഒരു സമയക്രമം ഇസ്ലാമിനുണ്ട്. മാത്രമല്ല ഖുർആൻ്റെ ഭാഷ്യത്തിൽ സമയനിർണിതമാണ് ആരാധന. ഈ ഒരു രീതി ഇസ്ലാം വയ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിന് അനുരൂപമാണോ, അല്ലെങ്കിൽ സർക്കാഡിയാക് റിത്തത്തിന് അനുകൂലമാണോ, താളം തെറ്റിക്കുന്നുണ്ടോ? ആധുനിക മനുഷ്യൻ്റെ ജീവിതവും ഇസ്ലാം നിർദ്ദേശിക്കുന്ന ജീവിത സമയവും പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ള ചിന്തകളാണ് അടുത്തത്. രണ്ടാമത്തെ വിഷയം ശുദ്ധജലവും മഴയും ഭൂമിക്ക് മാത്രം കിട്ടിയ വരദാനങ്ങൾ. മൂന്നാമത്തെ വിഷയം ക്ലൗഡ് സീഡിംഗ് ആണ്, പുതിയ ആധുനിക വിഷയമാണ്. നാലാമത്തത് ജലചാക്രികത, വാട്ടർ സൈക്കിൾ. അടുത്തത് വർഷപാതത്തിൽ പർവ്വതങ്ങളുടെ പങ്ക് എന്താണ്. പിന്നെ ഡൈവേഴ്സിറ്റി ഓഫ് പ്ലാന്റ് കിങ്ഡം, സസ്യലോകത്തിലെ വൈവിധ്യം. പിന്നെ 4 സബ്ജക്റ്റ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സയൻസാണ്. ഒന്ന് സാലിനിറ്റി ഓഫ് വാട്ടർ, അതായത് ഓഷ്യനിലുള്ള വിസിബിൾ അല്ലാത്ത ബാരിയറിനെ കുറിച്ചുള്ള കാര്യം. പിന്നെ സുലൈമാൻ നബിയുടെ കഥയുമായി ബന്ധപ്പെട്ട് വരുന്ന ദൃഷ്ടിയുടെ വേഗത്തെക്കുറിച്ചുള്ള പ്രയോഗം. പിന്നെ മറ്റൊരു വിചിത്രമായ രീതിയിൽ ഖുർആൻ ഫിറൗൻ്റെ കാലഘട്ടത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പൗരാണിക ഈജിപ്ത് ഹരിതാപമായിരുന്നു എന്നുള്ള ചിത്രമാണ് വിശുദ്ധ ഖുർആൻ്റെ ഭാഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ വസ്തുത എന്താണ്? അവസാനത്തെ വിഷയം പ്രപഞ്ച സൃഷ്ടി 6 ദിവസം കൊണ്ട്. ഇത്രയും വിഷയങ്ങളാണ് ഇതിലുള്ളത്. അത് നമ്മൾ ഓരോ വിഷയം, ആദ്യത്തെ വിഷയങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. വഹുവല്ലദി ജയലലക്കുമുൽ ലൈല ലിബാസൻ വന്നൗമ സുബാത്തൻ വ ജയലന്നാറ നുഷൂറ എന്നുള്ള ആയത്ത്. എന്ന് പറഞ്ഞാൽ അവനത്ര നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ ഒരു വസ്ത്രവും ഉറക്കത്തെ ഒരു വിശ്രമവും ആക്കി തന്നവൻ, പകലിനെ അവൻ എഴുന്നേൽപ്പ് സമയമാക്കുകയും ചെയ്തു. പകൽ എഴുന്നേൽക്കാനുള്ള സമയമാണ്, രാത്രി വിശ്രമമാണ്, അതിൻ്റെ ഇരുട്ട് അനുഗ്രഹമാണ്. ഭൂമിയിലല്ലാതെ മറ്റു ഗ്രഹങ്ങളിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ഇത്രയും സ്വച്ഛമായ ഒരു അവസ്ഥയില്ല എന്നുള്ള സൂചനയാണുള്ളത്. 2017 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് സർക്കാഡിയാക് റിത്തം എന്നുള്ള കണ്ടെത്തലിനാണ്. ബയോളജിക്കൽ ക്ലോക്കിൻ്റെ കാരണക്കാരായ കോശങ്ങളിലെ ജീനിനെ വേർതിരിച്ചെടുത്തതിനാണ് ജെഫ്രി ഹോൾ, മൈക്കേൽ റോസ്ബാഷ്, മൈക്കേൽ യങ് എന്ന് 3 ശാസ്ത്രജ്ഞന്മാർ ഈ നൊബൽ പ്രൈസ് പങ്കിട്ടത്. പണ്ടൊക്കെ ആൾക്കാർ ഉറങ്ങാൻ കാരണം അന്ന് വിളക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രി അധികം ഇരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവരുറങ്ങിയത്. നമുക്ക് വിളക്കും ലൈറ്റും എല്ലാ സംവിധാനം ഉള്ളതുകൊണ്ട് നമ്മളത്ര ഇശാക്ക് ശേഷം ഉറങ്ങേണ്ട അവസ്ഥ ഒന്നുമില്ല എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ധാരണയെ വേദനയോടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ധാരണയെ തിരുത്തുന്നത് 2017 2017 ഈ പ്രബന്ധം അവതരിപ്പിച്ചതോടുകൂടി നമ്മുടെ സർക്കാഡിയാക് റിത്തത്തെ താളം തെറ്റിക്കുന്നതുകൊണ്ട് ഗുരുതരമായ അർബുദം മുതൽ മാനസിക വൈകല്യങ്ങൾ വരെ ഉണ്ടാകുന്നു എന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു നോബൽ പ്രൈസ് കൊടുക്കണമെങ്കിൽ അത് ക്ലിനിക്കലി പ്രൂവൺ ആയിരിക്കണം. ക്ലിനിക്കലി പ്രൂവൺ ആവാതെ ഒരു നോബൽ പ്രൈസ് കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം രീതിയിലുള്ള നമ്മുടെ ജീവിതശൈലി പല രോഗങ്ങൾക്ക് കാരണമാവും. അവർ പറയുന്ന കുറച്ച് ഉദാഹരണങ്ങൾ: ഡേ ഷിഫ്റ്റിലും നൈറ്റ് ഷിഫ്റ്റിലും മാറി മാറി ജോലി ചെയ്യൽ, ടൈം സോൺ മാറി മാറി യാത്ര ചെയ്യൽ. ഇത് സ്ഥിരമായി ചെയ്യുമ്പം നമ്മുടെ സർക്കാഡിയാക് റിത്തത്തെ ബാധിക്കും എന്ന് മാത്രമല്ല, ഈ ഗുരുതരമായ രോഗങ്ങൾക്ക് അടിമപ്പെടും എന്നാണ് കണ്ടെത്തൽ. ഇസ്ലാമികമായൊരു സമയക്രമമുണ്ട്. ഫാലിക്കുൽ ഇസ്ബാഹി വജയലൽ ലൈല സക്കനൻ വശംസ വൽ കമറ ഉസ്ബാനൻ ദാലിക തക്ദീറുൽ അസീസുൽ അലീം എന്ന് പറയുന്ന ആയത്ത്. പ്രഭാതത്തെ പൊട്ടി വിടർത്തുന്നവനാണവൻ,
രാത്രി അവൻ ശാന്തമായ വിശ്രമവേളയാക്കി. സൂര്യചന്ദ്രന്മാരെ കാലഗണനയ്ക്കും പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹുവിൻ്റെ ക്രമീകരണം എത്ര ഇത്. സക്കനൻ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ശാന്തം, വിശ്രമം, നിശ്ചലം എന്നൊക്കെയാണ്. നമുക്ക് മാത്രമല്ല എല്ലാ ജന്തുജാലങ്ങൾക്കും സസ്യങ്ങൾക്കുമുള്ള ശാന്തിയുടെ വേളയാണ് രാത്രി. രാത്രി പകൽ പ്രക്ഷുബ്ധമാവുന്ന ആറ്റങ്ങളും തന്മാത്രയൊക്കെ രാത്രി അതിൻ്റെ വികിരണോർജം പുറമേക്ക് തള്ളി സ്വച്ഛത അനുഭവിക്കുന്നുണ്ട്. പ്രകൃതി ഉറങ്ങുന്ന സമയമാണ് രാത്രി. ആ ഇരുട്ടിലാണ് മനുഷ്യൻ ഉറങ്ങേണ്ടത്. ഇന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ കൃത്യം പറയുന്നത് നമ്മുടെ കണ്ണിലൂടെ, അതായത് നമ്മളുടെ ഫോട്ടോ റിസപ്റ്റേഴ്സിലൂടെ വരുന്ന ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, സൂര്യപ്രകാശത്തെ, അല്ലാതെ നമ്മൾ സൃഷ്ടിക്കുന്ന ലൈറ്റല്ല, സൂര്യപ്രകാശത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വൈകിട്ട് മെലട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളെ ഉറക്കിലേക്ക് തള്ളിവിടാനാണ്. രാവിലെ നമ്മളെ കോർട്ടിസോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളെ കർമ്മനിരതാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെ മേഖലകൾ നമ്മൾ വർത്തിക്കുന്നുവോ അവിടെയൊക്കെ നമുക്ക് എന്തുണ്ട്, ഈ ബയോളജിക്കൽ ക്ലോക്കിനെ അനുരൂപമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇസ്ലാം ഇക്കാര്യം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാക്ക് ശേഷം സൊറ പറഞ്ഞിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇശാക്ക് ശേഷം സൊറ പറഞ്ഞിരുന്ന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ളുഹറിന് ശേഷം അസറിന് മുമ്പായി നിങ്ങൾ ഉറങ്ങണം, അല്പമൊന്ന് മയങ്ങണം. അത്താഴം നോമ്പിന് കരുത്ത് പകരുന്നത് പോലെ രാത്രി നമസ്കാരത്തിന് ഉച്ചമയക്ക ഉണർവ് നൽകും. ഇസാക്ക് ശേഷത്തെ രാത്രി അങ്ങാടിയിൽ തങ്ങുന്നതും നബി വിരോധിച്ചു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ ഏതാണ്ട് എല്ലാ മനുഷ്യന്മാരും ഒരു 12 മണിയാതെ ഉറങ്ങാറില്ല. 12 മണിയായിട്ട് ഉറങ്ങിയിട്ട് ഒരു ഫജർ എന്തായാലും നിസ്കരിക്കില്ല. അപ്പോൾ ഒരു 4:30 എഴുന്നേൽക്കും. നമ്മൾ 4:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഉറങ്ങുന്നത് 4.5 മണിക്കൂറാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മേക്കാൾ കൂടുതൽ ഉറങ്ങിയവരും നമ്മേക്കാൾ കൂടുതൽ നിന്ന് നമസ്കരിച്ചവരും സ്വഹാബത്താണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഒരു സ്വഹാബി 9 മണിക്ക് ഉറങ്ങുമെന്ന് വിചാരിക്കുക. അദ്ദേഹം 3 മണിക്ക് എഴുന്നേറ്റു. ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂർ ഉറങ്ങിയല്ലോ അല്ലേ. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ നിന്ന് നമസ്കരിക്കാൻ സമയം കിട്ടി, സുബഹിന് സമയം കിട്ടി. നമ്മൾ 4.5 മണിക്കൂർ ഉറങ്ങിയിട്ട് പ്രയാസപ്പെട്ട് അലാറം വെച്ചിട്ട് സുബഹിക്ക് എഴുന്നേൽക്കുന്നത്. ഈ രീതി ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഉണർവ് വേണം മനുഷ്യന്. ഉണർവിൽ നമസ്കരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രാത്രി നേരത്തെ ഉറങ്ങണം. നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിന് ഒരുപാട് താളം തെറ്റിൽ നിന്ന് രക്ഷ കിട്ടുമെന്നുള്ള ഒരു ഗുണം കൂടിയും നമുക്ക് ഈ വചനത്തിൻ്റെ അല്ലെങ്കിൽ നബി വചനത്തിന് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തൊരു വിഷയം എന്നുള്ളത് ശുദ്ധജലവും മഴയുമെന്നാണ്. വഹുവല്ലദീ അർസല റിയാഹ ബുഷ്റൻ ബൈന യദൈ റഹ്മതിഹി വ അൻസൽനാ മിനസ്സമായി മാൻ തഹൂറ എന്നുള്ള ആയത്ത്. തൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ സന്തോഷമായി കാറ്റുകളെ അയച്ചവനും അവനത്രേ. ആകാശത്ത് നിന്ന് ശുദ്ധജലം നാം ഇറക്കുകയും ചെയ്തു. ആകാശത്ത് നിന്ന് ശുദ്ധജലം ഇറക്കുകയെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 97.2% വെള്ളവും ഉപ്പുവെള്ളമാണ്. ബാക്കിയുള്ള വെള്ളത്തിൻ്റെ 2.15% ധ്രുവങ്ങളിൽ മഞ്ഞുമലയായി കിടക്കുന്നത്. മനുഷ്യൻ ഉപയോഗിക്കുന്ന ആകെയുള്ള വെള്ളം 0.5% അല്പം കൂടുതലാണ്, 0.65 എന്നുള്ളത്. ഈ വെള്ളം മഴയായാണ് നമുക്ക് കിട്ടുന്നത്. കടലിലെ ഉപ്പുണ്ടെങ്കിലും ആ വെള്ളം ബാഷ്പമായി മുകളോട്ട് ഉയരാറില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ശുദ്ധജലമാണ്. കാറ്റ് എന്നുള്ളത് പ്രകൃതിയിൽ പഠിച്ചവൻ സംവിധാനിച്ചതാണ്. ഭൂമിൻ്റെ ഡിക്ലൈനേഷൻ കൊടുത്തിട്ടാണ് കാറ്റ് വരുന്നത്. പിന്നെ പറയാം. അടുത്തൊരു വിഷയം ക്ലൗഡ് സീഡിങ് എന്നുള്ള സബ്ജക്റ്റാണ്, പുതിയ സബ്ജക്റ്റാണ്. ഫ അൻസൽന റിയാഹ ലവാക്കിയ ഫ അൻസൽന മിനസ്സമായി മാൻ ഫ അസ്കൈനാക്കും മൂഹു വമാ അൻതും ലഹു ബി ഹാസിനി എന്ന് പറഞ്ഞ ആയത്ത്. അത് റിയാഹ ലവാക്കിയ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസിങ് വിൻഡ് എന്നാണ്. പണ്ടൊക്കെ നമ്മൾ തഫ്സീർ എഴുതി വെച്ചിരിക്കുന്നത് കാറ്റ് പരാഗണം നടത്തുകൊണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചത്. പിന്നെ അടുത്ത വരിയാണ് മാച്ചാവാത്തത്. ആകാശത്തുനിന്ന് വെള്ളം കോരിച്ചൊരുകയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഫെർട്ടിലൈസിങ് വിൻഡ് പറഞ്ഞാൽ അതും ആവാം. പക്ഷേ അതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ കാറ്റ് നമ്മുടെ മഴക്കാറിനെ കൊണ്ടുവരുമ്പോൾ അതിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ കേന്ദ്രബിന്ദുവായിട്ട്, ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾ കേന്ദ്രബിന്ദുവായിക്കൊണ്ട് ചുറ്റും വെള്ളം കണ്ടൻസ് ചെയ്യുന്ന ഒരു പ്രക്രിയ ആകാശത്ത് നടക്കുന്നതുകൊണ്ടാണ് മഴ പെയ്യുന്നത്. അത് ചുവട് പിടിച്ചിട്ടാണ് സിൽവർ അയോഡൈഡും പൊട്ടാസ് അയോഡൈഡും നമ്മൾ വിതറിയിട്ട് മഴ പെയ്യ്ക്കാൻ നോക്കുന്നത്.
ആ ഒരു സംഭവം പ്രകൃതിപരമായി നടക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിളിൽ കണ്ടൻസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഈ ഖുർആൻ ഈ ക്ലൗഡ് സീഡിങ്ങിലൂടെ ഉണർത്തുന്നത്. അടുത്തത് മേഘങ്ങൾ രൂപം കൊള്ളുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു ആകുന്നു കാറ്റുകളെ അയക്കുന്നവൻ, എന്നിട്ട് അവ മേഘശകലങ്ങളെ ഇളക്കിവിടുന്നു. തുടർന്ന് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവയെ മാനത്ത് വിന്യസിക്കുന്നു. അവയ്ക്കിടയിൽ നിന്ന് മഴവെള്ളം വരുന്നതായി നിനക്ക് കാണാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കണം. സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ മഴയുണ്ടോ? മഴയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ശുക്രനിൽ മഴയുണ്ട്. അവിടെ പെയ്യുന്ന മഴ സൾഫ്യൂരിക് ആസിഡാണ്. ശുക്രനിൽ പെയ്യുന്ന മഴ സൾഫ്യൂരിക് ആസിഡാണ്. ജൂപ്പിറ്ററിലും സാറ്റേണിലും പെയ്യുന്നത് അമോണിയ റെയിനാണ്. ഭൂമിയിൽ അല്ലാതെ മനുഷ്യൻ്റെ കണ്ടെത്തലുകൾ എവിടെത്തിയാലും അവിടെ ഒന്നും വെള്ളം മഴയായി വർഷിക്കുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആയത്തിൻ്റെ റെലവൻസും. ജലചാക്രികത എന്ന് പറഞ്ഞാൽ അനുസ്യൂതം ആവർത്തിക്കുന്ന ബാഷ്പീകരണവും വർഷപാതവും ആണ് ജലചാക്രികത. ഭൂമിയിലെ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നത് ജലചാക്രികയാണ്. ലോകത്തെ ഒട്ടുമിക്ക സംസ്കാരങ്ങളും ഉരുവം കൊണ്ടത് നദീതടങ്ങളിലാണ്. സത്യത്തിൽ നദിയുടെ അടിസ്ഥാനം മഴയാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മഴയിൽ നിന്നാണ് മനുഷ്യ സംസ്കാരം പരിപോഷിച്ചത് എന്ന അർത്ഥം കിട്ടും. വിശുദ്ധ ഖുർആനിലെ മഴയെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ കേട്ടാൽ അത് കേരളത്തിൽ ഇറങ്ങിയാന്ന് തോന്നിപ്പോവും. അത്രമാത്രം മഴയെക്കുറിച്ച് ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. പിന്നെ ജലചാക്രികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നേരിട്ട് ഈ വിഷയം ഖുർആൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പം മനസ്സിലാക്കി തരാം. വജഅൽനാ സിറാജൻ വഹാജ വഅൻസൽനാ മിനൽ മുൽസിറാത്തി മാൻ സജ്ജാജ ലിനുഖ്രിജ ബിഹി അബ്ബൻ വനബാത്ത. കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് നാം ഒരുക്കി. അപ്പം എന്താ സംഭവിക്കുക? ആകാശത്തേക്ക് ബാഷ്പമായി മുകളിലോട്ട് പൊങ്ങി മേഘമായി തീരും. അപ്പോൾ ഖുർആൻ അതന്നെ പറഞ്ഞത്, കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് നാം ഒരുക്കി. എന്നിട്ടോ കാർമേഘങ്ങളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം നാം ഇറക്കുകയും ചെയ്തു. അപ്പോൾ കത്തിജ്വലിക്കുന്ന വിളക്ക് വെച്ചതുകൊണ്ട് മാത്രമാണ് ഇവിടുന്നും ബാഷ്പകണങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നത്. പിന്നെന്തുണ്ടായി? അത് മുഖേന ധാന്യവും സസ്യവും നാം പുറത്തു കൊണ്ടുവരികയും ചെയ്തു. സസ്യലോകത്തിലെ വൈവിധ്യം ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ? എല്ലാ മികച്ച സസ്യവർഗ്ഗങ്ങളിൽ നിന്നും എത്രയാണ് നാം മുളപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. എന്നാൽ അവരിൽ അധിക പേരും വിശ്വാസികളായിട്ടില്ല. മനുഷ്യനും മറ്റു ജന്തുക്കളൊക്കെ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഇവിടെ വൃക്ഷലതാദികളുണ്ടായിരുന്നു ഭൂമുഖത്ത്. ഈ ഭൂമിയിലുള്ള സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് സസ്യങ്ങളിലെ പച്ച ഹരിതകണങ്ങളിൽ വെച്ച് കാർബോഹൈഡ്രേറ്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ധാന്യങ്ങളും അന്നജവും പഴങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു ഭക്ഷണം നമുക്കില്ല. ഏത് ജന്തുവും അടിസ്ഥാനപരമായി ആശ്രയിക്കുന്നത് സസ്യങ്ങളെയാണ്. സസ്യങ്ങൾ ധാന്യം ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ, പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യവാസം മാത്രമല്ല ജന്തുവാസവും ഈ ഭൂമിയിൽ മിഥ്യയാവും. അത്രയും ആണ് ഈ വിഷയത്തിലുള്ളത്. ഇനിയുള്ളത് കുറച്ചുകൂടി സങ്കീർണമായ വിഷയം. ശരിക്കും ശാസ്ത്രം പറയുന്ന അതേ സ്റ്റൈലിലാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. സമുദ്ര ജലപ്രവാഹത്തിലെ അദൃശ്യഭിത്തി. സമുദ്ര ജലപ്രവാഹത്തിൽ അദൃശ്യഭിത്തി. വഹുവല്ലദീ മറജൽ ബഹ്റൈനി ഹാദ അദുബുൻ ഫുറാത്തുൻ വഹാദ മിൽഹുൻ ഉജാജുൻ വജഅല ബൈനഹുമ ബർസഖൻ വ ഹിജറൻ മഹ്ജൂറ എന്നുള്ള ആയത്ത്. രണ്ട് ജലാശയങ്ങളെ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടവനാകുന്നു അവൻ. ഒന്ന് സ്വച്ഛമായ ശുദ്ധജലം, മറ്റൊന്ന് ദുസ്സാദുള്ള ഉപ്പുവെള്ളവും. അവ രണ്ടിനുമിടയിൽ ഒരു മറയും ശക്തമായൊരു തടസ്സവും അവൻ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിന് അനുബന്ധമായ മറ്റൊരു ആയത്ത് സൂറത്ത് അർ-റഹ്മാനിൽ കാണാം. മറജൽ ബഹ്റൈനി എൽതക്കിയാൻ ബൈനഹുമ ബർസഹുൻ ലാ യബ്ഹിയാൻ എന്നുള്ള ആയത്ത്. രണ്ട് സമുദ്രങ്ങളെ അവൻ കൂടിച്ചേരത്തക്ക വിധം സ്വതന്ത്രമാക്കി വിട്ടിരിക്കുന്നു. അവ രണ്ടിനുമിടയിൽ അന്യോന്യം അതിർലംഘനം പറ്റാത്ത വിധം ഒരു തടസ്സവുമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോക്കിയാൽ കാണുന്ന കാര്യമല്ല, ആർക്കും നോക്കിയാൽ കാണുന്ന കാര്യമല്ല. ഇങ്ങനൊരു ഭിത്തി കാണുന്നതല്ല, പക്ഷേ ഭിത്തിയുടെ സ്വഭാവത്തോടുകൂടി ജലപ്രവാഹങ്ങൾ ധാരകളായി കൂടിക്കലരാതെ ഒഴുകുന്നു എന്നുള്ള കണ്ടെത്തലാണ് പുതിയതായി കണ്ടെത്തിയത്. സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്ന് പറയും. സമുദ്ര ജലത്തിൻ്റെ സാലിനിറ്റിയിലെ വ്യത്യാസം കൊണ്ട് കൂടിച്ചേരാതെ ലെയറുകളായി ഒഴുകുന്നു എന്ന കണ്ടെത്തലാണ് ഇവിടെ ശ്രദ്ധേയമായത്.
ഈ സമുദ്ര ഗവേഷകർ ആർട്ടിക്കിലെ ശുദ്ധജലത്തെയും ഉപ്പുവെള്ളത്തെയും വേർതിരിക്കുന്ന 150 മീറ്റർ ഘനമുള്ള അദൃശ്യ മറ കണ്ടെത്തിയിട്ടുണ്ട്. ആർട്ടിക് എവിടെ കിടക്കുന്നത്? റഷ്യ, സ്കാൻഡിനേവിയൻ നാടുകൾ, സ്വീഡൻ ഭാഗത്തുള്ള സമുദ്രജലത്തിൽ, ഉപ്പുജലത്തിൽ ശുദ്ധജലം കലരാത്ത രീതിയിൽ 150 മീറ്റർ ഘനമുള്ള അദൃശ്യമര കണ്ടെത്തി. അതിന് ഹാലോക്ലൈൻ എന്ന് പറയാം. സാന്ദ്രത വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ഈ ബാരിയറിനെ ഹാലോക്ലൈൻ എന്ന് പറയാം. ഇത് ഇനി ടെമ്പറേച്ചർ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന മറയെ തെർമോക്ലൈൻ എന്ന് പറയും. ഈ ബാരിയറിലൂടെയാണ് വേറെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, തിരമാലകൾ ആന്തരികം ഉണ്ടെന്ന് പറയുമ്പോൾ ആ തിരമാലകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ബാരിയറിലൂടെയാണ്. അതുമാത്രമല്ല, മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സൗത്ത് സ്പെയിനിൻ്റെയും നോർത്ത് മൊറോക്കോയുടെയും ഇടയിലുള്ള ജിബ്രാൾട്ടറിൽ വെച്ച് ചേരുന്നിടത്ത് അവ പരസ്പരം യോജിക്കാതെ 100 കണക്കിന് മീറ്ററുകൾ വ്യത്യസ്ത ലെയറുകളായി സഞ്ചരിക്കുന്നുവെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു കാര്യമാണ് ഇവിടെ ഈ അദൃശ്യമറ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു വിഷയമുള്ളത് കാഴ്ചയുടെ വേഗത്തെക്കുറിച്ചിട്ടാണ്. അതായത് സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിലെ സൂറത്ത് നംലിൽ ഒരു കഥ പറയുന്നുണ്ട്. സുലൈമാൻ നബി, നമുക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ അതിലുണ്ട്. എന്നാലും അതിൽ ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരാൻ പറയുന്ന ഒരു രംഗമുണ്ട്. ആദ്യം ഈ ഇഫ്രീത്തിനോടോ മറ്റോ ചോദിക്കുമ്പോൾ അവർ നിങ്ങൾ എഴുന്നേൽക്കുന്നതിനിടയ്ക്ക് ഞാൻ കൊണ്ടുവന്നു തരാമെന്ന് പറയും. അപ്പോൾ എ മാൻ ഈസ് ടോട്ട് ഫ്രം ബുക്ക്, ഒരു ഗ്രന്ഥ പരിജ്ഞാനിയായ ഒരാൾ മറുപടി പറയുന്നത്, ഞാൻ നിങ്ങളുടെ ദൃഷ്ടി മടങ്ങി വരുന്നതിനിടയ്ക്ക് ആ കൊട്ടാരം കൊണ്ടുവരാമെന്നാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഖുർആനൊരു കാര്യമാണ്, വേദത്തിൽ നിന്നുള്ള വിജ്ഞാന കരഗതമായിട്ടുള്ളവ ആൾ പറഞ്ഞു, താങ്കളുടെ ദൃഷ്ടി താങ്കളിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പായി ഞാനത് താങ്കൾക്ക് എത്തിച്ചേരും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കാണുന്നത് ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് ആ വസ്തുവിലേക്ക് ലൈറ്റ് തട്ടി അത് പ്രതിഫലിച്ച് നമ്മളെ കണ്ണിലെത്തുമ്പോഴാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗതയാണ് നമ്മുടെ കാഴ്ചയുടെ വേഗത. ഈ യൂണിവേഴ്സിൽ ഏറ്റവും വലിയ വേഗത ഏതെന്ന് ചോദിച്ചാൽ അത് പ്രകാശത്തിൻ്റെ വേഗതയാണ്. പ്രകാശത്തിൻ്റെ വേഗതക്കപ്പുറത്തേക്ക് ഒരു വസ്തുവിനും സഞ്ചരിക്കാൻ കഴിയില്ല എന്ന സിദ്ധാന്തമാണ് ഐൻസ്റ്റീൻ 1921 അവതരിപ്പിച്ചത്. അപ്പം ദി അൾട്ടിമേറ്റ് സ്പീഡ് ഇൻ ദ യൂണിവേഴ്സ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ ദൃഷ്ടി നിങ്ങളിലേക്ക് മടങ്ങുക, അതായത് പ്രകാശം മടങ്ങുന്നവ ആ സമയം കൊണ്ട് കൊണ്ടുവന്നു തരിക എന്നുള്ളത് അതിലൊരു ശാസ്ത്രമുണ്ട്. പിന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഹരിതാപമായിരുന്നു പൗരാണിക ഈജിപ്ത് എന്നുള്ളതാണ്. അത് ഖുറാനിലെ ആയത്തുകൾ മനസ്സിലാക്കുക. ഫ അഹ്റജ്നാഹും മിൻ ജന്നാത്തിൻ വ ഒയൂൻ ഫ കുനൂസിൻ വ മഖാമിൻ കരീം എന്ന് പറഞ്ഞ ഒരായത്തുണ്ട്. അതായത് ഫിറോവിനെ മുക്കി നശിച്ചപ്പോൾ ഖുറാൻ പരാമർശിക്കുന്ന രീതിയാണ്. അങ്ങനെ തോട്ടങ്ങളിൽ നിന്നും നീരുറവകളിൽ നിന്നും നാം അവരെ പുറത്താക്കി, ഖനിജങ്ങളിൽ നിന്നും കുലീനമായ വാസസ്ഥലങ്ങളിൽ നിന്നും. 26, 57, 58. വേറൊരു ആയത്ത് ഇങ്ങനെയാണ്, അനുബന്ധ ആയത്താണ്. എത്രയെത്ര പൂന്തോപ്പുകളെയും അരുവികളെയുമാണ് അവർ വിട്ടേച്ചു പോയത്, എത്രയെത്ര കൃഷിയിടങ്ങളെയും ചേതോഹരമായ പാർപ്പിടങ്ങളെയും അവർ ആഹ്ലാദപൂർവ്വം ആസ്വദിച്ച സൗഭാഗ്യങ്ങളെയും. ഇങ്ങനൊരായത്ത്. വേറെ ഒരായത്ത് ഈ 43, 51. വനാദാ ഫിറോനു ഫീ കൗമി കാല യാ കൗമി അലൈസലി മുൽക്ക് മിസ്ര വ ഹാദിയിൽ അൻഹാറു തെജിരി മിൻ തേത്തി അഫല തുബിസിറു എന്നുള്ള ആയത്ത്. ഫിറോൻ തൻ്റെ പ്രജകളോട് പറഞ്ഞു, വിളംബരം നടത്തി, എൻ്റെ ജനങ്ങളെ, ഈജിപ്തിൻ്റെ പരമാധികാരം എനിക്കല്ലേ എന്ന് മാത്രമല്ല എൻ്റെ കാൽ കീഴിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളുടെയും. അപ്പോൾ അൻഹാർ എന്നാണ് പറഞ്ഞത്. ഒരുപാട് നദികളുള്ള, ഒരുപാട് പൂന്തോപ്പുകളുള്ള, ഒരുപാട് കൃഷിസ്ഥലങ്ങളുള്ള ഈജിപ്തിനെയാണ് വിശുദ്ധ ഖുർആൻ ഫിറഔൻ്റെ കാലത്ത് ഈജിപ്തായി അവതരിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ 10 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന രാജ്യമാണ് വർഷത്തിൽ. നബിയുടെ കാലത്തും അതെ, മുഹമ്മദ് നബിയുടെ കാലത്തുള്ള ഈജിപ്ത് 10 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ മഴ പെയ്ത കൊല്ലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളത് കമ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? കേരളത്തിൽ 350 സെൻറ്റിമീറ്റർ മഴ പെയ്യുമ്പോൾ
ഈജിപ്തിൽ പെയ്യുന്നത് 10 സെൻറ്റിമീറ്ററാണ്, ശരാശരി 10 സെൻറ്റിമീറ്ററാണ് മഴ. അത്ര വരണ്ടുണിയ നാടിനെയാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരാമർശിക്കുന്നത്. നബിക്ക് അപരിചിതമായ ഒരു പരാമർശം. അതിന് കാരണം പുതിയ പഠനങ്ങൾ അറേബ്യൻ പെനിൻസുലയിലെ ഇപ്പോഴത്തെ മരുഭൂമിയിൽ തടാകങ്ങളും നീരുറവകളും നദികളും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. US ആർക്കിയോളജിക്കൽ സർവേ വെളിപ്പെടുത്തുന്നു. അടുത്തത് ഈജിപ്തിൻ്റെ ഹരിതാപമായ ഭൂപ്രകൃതി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൽ നഷ്ടപ്പെട്ടതായിരിക്കാം. ഈജിപ്തിൽ ഇപ്പോൾ കാണുന്ന മണൽക്കാടിനടിയിൽ ഒട്ടേറെ നദീശൃംഖലകൾ ഉണ്ടായിരുന്നുവെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മൈക്കിൾ പെട്രഗ്രിയ പറയുന്നു. നദീസമൃദ്ധമായ ഈജിപ്ത് വരണ്ടുണങ്ങാൻ കാരണം പ്രകൃതി പ്രതിഭാസമാണെന്ന് ഈ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ബെഞ്ചമിൻ പി ഹോർട്ടൺ പറയുന്നു. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഹരിതാപമായ നിറയെ അരുവികളും ആറുകളും പുഴകളും നദികളും നിറഞ്ഞ ഒരു ഈജിപ്തായിരുന്നു 3000-4000 വർഷം മുമ്പ് എന്ന കണ്ടെത്തൽ ഇപ്പം ശാസ്ത്രം നടത്തിയപ്പോഴാണ് വിശുദ്ധ ഖുർആൻ നബിയുടെ കാലത്തുള്ള ഈജിപ്തിൽ നിന്ന് വ്യത്യസ്തമായ ഹരിതാപമായ ഈജിപ്തിനെ ചിത്രീകരിക്കുന്നത്. ഇതും ഖുർആൻ്റെ ഒരു അമാനുഷികതയാണ്. ഇനി അവസാനമായി ഞാൻ പറയാനുള്ളത് ആകാശങ്ങളും 6 ദിവസവുമാണ്. അല്ലദീ ഖലഖ സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ സുമസ്തവ അലൽ അർഷിർ റഹ്മാനു ഫസ്അൽ ബിഹി ഹബീറ എന്നുള്ള ഹദീസ്. ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും 6 ദിവസങ്ങളിൽ സൃഷ്ടിച്ചവനത്രേ അവൻ. എന്നിട്ടവൻ സിംഹാസനസ്ഥനായിരിക്കുന്നു. പരമകാരുണികനത്രേ അവൻ. അതിനാൽ അതിനെപ്പറ്റി സൂക്ഷ്മതയുള്ളവരോട് ചോദിക്കുക. ഇതാണ് ആയത്ത്. 6 ദിവസം കൊണ്ടാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ മാത്രമല്ല ബൈബിളും പരാമർശിക്കുന്നുണ്ട്. ബൈബിളിൽ പക്ഷേ 6 ഭൗമദിനങ്ങളാണ് എന്നുള്ള ധാരണ ബൈബിളിലുണ്ട്. അതുകൊണ്ട് തന്നെ 7-ാം ദിവസത്തെ ദൈവത്തിൻ്റെ വിശ്രമവും ചേർത്ത് ഒരാഴ്ച പൂർത്തീകരിക്കുന്നത് കാണാം. പക്ഷേ ഖുർആൻ ഇവിടെ ഉറക്കമോ മയക്കമോ ക്ഷീണമോ ബാധിക്കുന്നവനല്ല ഖുർആൻ അവതരിപ്പിക്കുന്ന പരമേശ്വരൻ, ഖുർആൻ അവതരിപ്പിക്കുന്ന സർവേശ്വരൻ. അതുകൊണ്ട് തന്നെ 7-ാം ദിവസത്തെ ദൈവത്തിൻ്റെ വിശ്രമത്തെ ഖുർആൻ നിഷേധിക്കുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ച് അള്ളാഹു തളർന്നു പോയിട്ടില്ലെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. കാഫ് 38. പലക്കത് ഹലക്ന സമാവാത്തി വല്ലർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ വമാ മസ്സന മിൻ ലൂബ് എന്ന് പറഞ്ഞ ആയത്ത്. അള്ളാഹിനെ ക്ഷീണത്തിൻ്റെ ഒരു ലാഞ്ചന പോലും സ്പർശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ബൈബിളിലും ഖുർആനിലും ഒരുപോലെ പ്രപഞ്ച സൃഷ്ടി 6 ദിവസം കൊണ്ട് എന്ന് വന്നത് രണ്ടും ദൈവത്തിൽ നിന്നുള്ള സന്ദേശമായതുകൊണ്ടാണ്. ബൈബിളിലെ 7-ാം നാളിലെ ദൈവത്തിൻ്റെ വിശ്രമം എന്ന അബദ്ധം ചൂണ്ടിക്കാണിക്കാൻ ഖുർആന് കഴിയുന്നത് അതിൻ്റെ അമാനുഷികത മാത്രം എക്കാലവും സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണ്. ആധുനികരും പൗരാണികരുമായ ഖുർആൻ വ്യാഖ്യാത എല്ലാവരും സമയദൈർഘ്യമാണ് ഈ അയ്യാമ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഒരുപോലെ പറയുന്നുണ്ട്. പക്ഷേ ഈ ആയത്ത് മനസ്സിലാകണമെങ്കിൽ മറ്റൊരായത്തും കൂടി ചേർത്ത് മനസ്സിലാക്കണം. കുൽ ഇന്നക്കും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈനി വ തജ്അലൂന ലഹു അൻദാദൻ ദാലിക റബ്ബുൽ ആലമീൻ. നീ പറയുക, 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനിൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവന് നിങ്ങൾ സമന്മാരെ സ്ഥാപിക്കുകയും തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആകാശഭൂമികളെ മൊത്തം സൃഷ്ടിക്കാൻ 6 ദിവസമെന്നും ഭൂമിയെ സൃഷ്ടിക്കാൻ 2 ദിവസമെന്നും ഖുർആൻ പറയുന്നു. ഈ ഭൂമിയെ സൃഷ്ടിക്കാൻ 2 ദിവസം എടുത്തു എന്നുള്ള പ്രയോഗം ബൈബിളിൽ കാണില്ല. പക്ഷെ ബൈബിൾ അപ്പോൾ ഒരു വിമർശനം നടത്തുന്നുണ്ട്. ബൈബിളിൻ്റെ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ വിമർശനം നടത്തുന്നത് ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ 6 ദിവസവും ഭൂമിയെ സൃഷ്ടിക്കാൻ 2 ദിവസവും പറഞ്ഞാൽ മൊത്തം 8 ദിവസമായില്ലേ എന്നാണ് ഒരു വിമർശനം. വേറൊരു വിമർശനം നിരീശ്വരവാദികളിൽ നിന്നുള്ള വിമർശനമാണ്. അതായത് സെപ്റ്റില്യൺ കണക്കിന്, അതായത് ട്രില്യൺ കണക്കിന് ഗാലക്സികളുള്ള അല്ലെങ്കിൽ 10⁻24 നക്ഷത്രങ്ങളുള്ള ഈ മൊത്തം പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ 6 ദിവസം എടുത്തുവെങ്കിൽ വളരെ തുച്ഛമായ ഭൂമിയെ, അതായത് സൗരയൂഥത്തിലെ ഒരു തുച്ഛഗ്രഹമായ ഭൂമിയെ സൃഷ്ടിക്കാൻ 2 ദിവസം എടുത്തത് അത് ആനുപാതികമായി കൂടിപ്പോയില്ലേ എന്നാണ് അവരുടെ ചോദ്യം. വളരെ ന്യായമായ ചോദ്യമാണ്. പക്ഷെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ മനസ്സിലാവുക. 6 ദിവസം മൊത്തം പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ എടുത്ത അള്ളാഹു 2 ദിവസം ഭൂമിക്ക് എടുത്തത് കുറച്ച് കൂടുതലായി പോയില്ലേ എന്നാണ് അവരുടെ ചോദ്യം.
അതിന് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, ഒരു പിതാവിൻ്റെ പ്രായം 45 മകൻ്റെ പ്രായം 20 ആണെന്നിരിക്കട്ടെ, രണ്ടും കൂട്ടി 65 ആരും പറയുമോ? അത് പറയില്ല. ഇതിനിടയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിതാവിന് 25 വയസ്സാകുന്നവരെ മകൻ പിറന്നില്ലെന്നും അദ്ദേഹത്തിന് 25 വയസ്സായപ്പോൾ മകൻ പിറന്നുവെന്നും ഇപ്പോൾ പിതാവിന് 45 വയസ്സായെങ്കിൽ മകന് 20 വയസ്സായെന്നും മാത്രമേ ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആധുനിക ശാസ്ത്രം എന്ത് പറയുന്നു നോക്കാം. പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം 13.7 ബില്യൺ വർഷമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം 13.7 ബില്യൺ വർഷമാണെന്നാണ്. ഭൂമിയുടേത് 4.567 ബില്യൺ വർഷം. ഖുർആൻ 6 ദിവസം കൊണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും അർഷിനെ ചേർത്ത് പറയാറുണ്ട്. ഇസ്തവ എന്നതിന് ഉപവിഷ്ടനായി, ആസനസ്ഥനായി, ആരൂഢനായി എന്നെല്ലാമാണ് നാം അർത്ഥം നൽകുക. സുമസ്തവ ഇലസമായി വഹിയ ദുഹാനു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇസ്തവയ്ക്ക് ആരൂഢനായി എന്നർത്ഥം കൊടുക്കാറില്ല. കാരണം പുകപടലമായ ആകാശത്തിൽ അള്ളാഹു ഇരുന്നു എന്ന് പറയാറില്ല. അപ്പോൾ ഇസ്തവ എന്ന ആ സമയത്ത് അർത്ഥം കൊടുക്കുന്നത് ഓർഡേഡ്, കമാൻഡഡ്, നിലയുറപ്പിച്ചു, അതിന് നേർക്ക് തിരിഞ്ഞു എന്നർത്ഥമാണ്. ഏതായാലും നമുക്ക് അർഷിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ അർഷ് ഒരു ഫ്രെയിം ഓഫ് റിഫറൻസ് ആക്കി എടുത്താൽ പ്രപഞ്ചത്തിൻ്റെ പ്രായം 6 ആണെങ്കിൽ ഭൂമിയുടെ പ്രായം 2 ആണ്. ആധുനിക ശാസ്ത്രം ഭൂമിയെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്കി എടുത്താൽ പ്രപഞ്ചത്തിൻ്റെ പ്രായം 13.7 ബില്യൺ വർഷമാണെങ്കിൽ ഭൂമിയുടെ പ്രായം 4.567 ബില്യൺ വർഷം. ഇനി നമ്മൾ നോക്കാം, 4.567 ബൈ 13.7 എന്ന് പറഞ്ഞാൽ 0.333 എന്ന് കിട്ടും. 4.567 ബൈ 13.7 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 ഡിജിറ്റിലും 0.333 എന്ന് കിട്ടും. അതുപോലെ വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ ഭൂമിയുടെ പ്രായം 2ഉം പ്രപഞ്ചത്തിൻ്റെ പ്രായം 6 ആണെങ്കിൽ 2/6 എന്ന് പറഞ്ഞാലും 0.333 എന്ന് കിട്ടും. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഇന്നത്തെ പ്രായത്തിൻ്റെ 1/3 പ്രായമാണ് ഭൂമിക്കുള്ളത്. പ്രപഞ്ചത്തിൻ്റെ ഇന്നത്തെ പ്രായത്തിൻ്റെ 1/3 ഭൂമിക്കുള്ളത്. അത് ആധുനിക ശാസ്ത്രവും വിശുദ്ധ ഖുർആനും ഒരേപോലെ പറയും. 2 ഫ്രെയിം ഓഫ് റെഫറൻസിൽ വെച്ചിട്ട് സംസാരിക്കുന്നു എന്ന് മാത്രമല്ല സൂപ്പർ മാസീവ് ഒബ്ജക്റ്റിൻ്റെ പരിസരത്ത് കാലം ചുരുങ്ങുമെന്നും അർഷ് നമ്മളെ അപേക്ഷിച്ച് വളരെ സൂപ്പർ മാസീവ് ആയിരിക്കാമെന്നും അങ്ങനെ പ്രപഞ്ചത്തിലെ കാലം സാർവത്രികമല്ലെന്നും സാർവത്രികമായ കാലം ഇവിടെ ഇല്ലെന്നും ആപേക്ഷിക കാലങ്ങളേ ഉള്ളൂ എന്നും ഭൂമിയിൽ നമ്മൾ അനുഭവപ്പെടുന്ന കാലവും മലക്കുകൾ അനുഭവപ്പെടുന്ന കാലം നമ്മൾ വ്യത്യാസമുണ്ടെന്നും ഖുർആൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ആപേക്ഷിക സിദ്ധാന്തം അറിഞ്ഞിട്ട് ശേഷമല്ല ഇത് പറഞ്ഞത്. നേരത്തെ വിശുദ്ധ ഖുർആനിൽ കാലം സാപേക്ഷമാണെന്ന് നമ്മുടെ കാലഘട്ടവും മലക്കുകളുടെ കാലഘട്ടവും വെച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ ബൈബിൾ നമ്മൾ ഈ രംഗത്ത് സഹായിക്കുന്നുണ്ട്. ബൈബിളിൽ ഇങ്ങനൊരു വാചകം കാണാം, 4-ാം ദിവസം വരെയും കർത്താവ് സൂര്യനെ സൃഷ്ടിച്ചിരുന്നില്ല. എന്ന് അതിൻ്റെ അർത്ഥം എന്താ? ആദ്യത്തെ 4 ദിവസവും സൂര്യനും അതിൻ്റെ ഗ്രഹങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രായത്തിലേക്കുള്ള സൂചനയാണ്. 6 ഘട്ടം അല്ല, 6 ആണ് പ്രപഞ്ചത്തിൻ്റെ പ്രായമെങ്കിൽ 2 ആണ് ഭൂമിയുടെ പ്രായം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ സൂറത്ത് ഫുസ്സിലത്തിൽ 4 ദിവസം വരെയും ഭൂമി സൃഷ്ടിച്ചില്ല എന്ന് ഖുർആനിലും പറയുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പ്രായത്തിലേക്കുള്ള സൂചനയാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു ആയാലും നമ്മുടെ വിജ്ഞാനം അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.